ഒരു മിൽക്ക് ഷേക്കാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്കാണ്. അത് നമ്മളിതിന് മുന്നേ കാണിച്ചിട്ടില്ല. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർന്നിട്ടൊരു ഹെൽത്തി ആയിട്ട്. ഇതിൽ പഞ്ചസാര ചേർക്കുന്നേ ഇല്ല. നമ്മൾ ഷുഗർ എന്ന് പറയുമ്പോൾ അതിൻ്റെ മധുരം ഇതിൽ കൊടുക്കുന്നത് ഡേറ്റ്സ് ഉണ്ടാവും, ഫിഗ്സ് ഉണ്ടാകും, പിന്നെ കുറച്ച് ഹണിയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രോസൺ മിൽക്ക് 1/2 ലിറ്റർ, അതായത് 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിക്ക് ആക്കിയെടുത്തത്. തേൻ 2 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ് 10 എണ്ണം, ആൽമണ്ട്സ് അഥവാ ബദാം 10 എണ്ണം, പിസ്ത 15 എണ്ണം, ഡേറ്റ്സ് കുരു കളഞ്ഞത് 10 എണ്ണം, ഫിഗ്സ് 5 എണ്ണം, ഒരല്പം വെള്ളത്തിൽ കുതിർത്തെടുത്തത്. ഇതിപ്പോൾ ഐസ് പാലാണ് കേട്ടോ, ഫ്രോസൺ മിൽക്ക്. അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് ഞാനിങ്ങനെ കട്ടിക്ക് ഫ്രീസറിൽ വെച്ച് നല്ല ഫ്രോസൺ ആക്കി എടുത്തിട്ട് തല്ലി പൊട്ടിച്ച് വെച്ചിരിക്കുവാണ്. അത് 1/2 ലിറ്റർ. ഇത് ഡേറ്റ്സ് ഉണ്ട്, 7 8 ഡേറ്റ്സ്, അതിൻ്റെ അരിയെല്ലാം മാറ്റിയിട്ട്, പിന്നെ ഒരു 10-12 അണ്ടിപ്പരിപ്പ്, ഒരു 3 ടേബിൾ സ്പൂണോളം പിസ്ത, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 ബദാം, ദാറ്റ് ഈസ് ആൽമണ്ട്സ്, പിന്നെ കുറച്ച് ഫിഗ്സാണ്, ഒരു 4-5, ദാറ്റ് ഈസ് ഒരു 3-4 വലിയ ഫിഗ്സ് ഇച്ചിരി നേരം ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട്. എന്നിട്ട് അത് പീസസ് ആയിട്ട് മുറിച്ചതാണ്. ഇനി ഇതെല്ലാം കൂടിയാണ് ബ്ലെൻഡറിലേക്ക് മാറ്റുന്നത്. ആദ്യം നമുക്ക് കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ പാലിൽ നിന്നും കുറച്ച്, ഫുള്ളല്ല കുറച്ച്, അതിലേക്ക് ഫിഗ്സ്, ഇനി നമ്മുടെ ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴം, പിന്നെ ആൽമണ്ട്സും ഒരല്പം വെള്ളത്തിൽ കുതിർത്തിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അതിൻ്റെ സ്കിന്ന് മാറ്റിയിട്ട് ചെയ്താലും നല്ലതാണ്. കുതിർത്തിട്ട് അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തിട്ട് സ്കിൻ മാറ്റിയിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അണ്ടിപ്പരിപ്പ്, അതും ഇച്ചിരൊന്ന് കുതിർത്താൽ നല്ലതാണ്. നിർബന്ധമില്ല, അതൊരു ക്രഞ്ചി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുതിർക്കാതെ ചെയ്താലും നല്ലതാണ്. പിന്നെന്താ, ഇതാണ് പിസ്ത. ഇനി ഇതെല്ലാം കൂടി ആദ്യം ഒരു ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യും. ഇനി ബാക്കി കുറച്ചുകൂടി ഇച്ചിരി ചേർത്ത് അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് അരഞ്ഞൊക്കെ സെറ്റായി വരുന്നിട്ടുണ്ട്. ഇത് നോക്കി, ഇനി ഉണ്ട് കേട്ടോ, കുറച്ചുകൂടെ അരയാനൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് ബാക്കി പാല് ചേർക്കാം. കംപ്ലീറ്റായി. അതുപോലെ തേൻ, ഇതിൻ്റെ മധുരം ഈ തേനാണ് നിർണ്ണയിക്കുന്നത്. അത് ഒരു 2 ടേബിൾ സ്പൂൺ വരെ ആണ്. അങ്ങനെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട് മിൽക്ക് ഷേക്ക് ഈസ് റെഡി. നല്ല ചിൽഡായിട്ട്, ആഹാ, നല്ല തിക്ക്, നല്ല തണുത്ത് ഒഴിക്കും. കാണുന്നുണ്ടല്ലോ, നല്ല കുറുകുറ എന്ന് പറയുന്ന തിക്ക്. ഏകദേശം ഒരു 2 ഗ്ലാസ്സിന് വരും. ഇതിന് ഏറ്റവും മുകളിൽ കുറേ നട്ട്സ് എല്ലാം ഇങ്ങനെ, അതായത് നമ്മുടെ ആൽമണ്ട്സ്, പിസ്ത, കാഷ്യൂ നട്ട്സ് എല്ലാം ഇങ്ങനെ ചോപ്പ് ചെയ്തത് ഇടാം. സിംബോളിക്കായിട്ട് ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് സെർവ് ചെയ്യാം. ഇത് ഒരെണ്ണം കുടിച്ചാൽ മതി, നമ്മുടെ ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അത്ര ഹെൽത്തിയാണ്, ഭയങ്കര നല്ലതായിരിക്കും, നല്ല ഫിറ്റായിട്ട് മാറാം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. നല്ല ചിൽഡായിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ അറിയാമല്ലോ, ഈ ചൂടുകാലത്തിനെ അതിജീവിക്കാനായിട്ട് ഇനി വരാൻ പോകുന്ന സമ്മറിനെ പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ഞാനിവിടെ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ മാജിക് അവനിലൂടെ. അപ്പോൾ നിങ്ങളും തയ്യാറാക്കി നോക്കുക, എന്തായാലും ഇഷ്ടം.